പ്രക്ഷുബ്ധ കടലാകുന്ന ജീവിതത്തിൽ ക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്തുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. പ്രക്ഷുബ്ധമായ കടലിലൂടെയുള്ള ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും യാത്ര. 3 സത്യങ്ങളിലൂടെ നമുക്ക് ഈ ധ്യാനത്തിൽ സഞ്ചരിക്കാം. 1. ജീവിത കൊടുങ്കാറ്റ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തും നിരവധി കൊടുങ്കാറ്റുകളുണ്ട്. അവ പെട്ടെന്ന് ഉയർന്ന് നമ്മുടെ സമാധാനവും സ്വസ്ഥതയും തകർക്കും. ചിലപ്പോൾ കൊടുങ്കാറ്റുകൾ കൂടുതൽ ആന്തരികമായിരിക്കും. നമ്മൾ സ്വയം സംശയത്തിനും ഭയത്തിനും ഇരയാകുമ്പോൾ കർത്താവെ, നീ എപ്പോഴും സന്നിഹിതനാണ് എന്ന തിരിച്ചറിവ് അത്യന്താപേക്ഷിതമാണ്. ഞങ്ങളെ മറികടക്കാൻ കഴിയുന്ന ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തി അങ്ങിലേക്ക് തിരിയുവാനും ജാഗ്രതയോടെയും ഓരോ നിമിഷവുമുള്ള അനുസരണത്തിലും ഒരുക്കത്തോടെയും അങ്ങിലേക്ക് തിരിയുവാൻ സഹായിക്കണമേ എന്ന പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ദൈവവിളിയുടെ പുതു സാഹചര്യത്തിൽ മോശയെപ്പോലെ, ജെറമിയായെപ്പോലെ, മറിയത്തെപ്പോലെ ആശ്ചര്യത്തിലും അസ്വസ്ഥതയിലും പകച്ചു നിൽക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ദൈവത്തിൻ്റെ ഉറപ്പ് പോലെ നമുക്കും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കേണ്ടതുണ്ട്. 2. കൂടുതൽ മെച്ചമായ പക്വത. കൂടുതൽ പക്വതയുള്ള വിശ്വാസത്തിലേക്ക് വളരാൻ മർക്കോസിന്റെ സുവിശേഷം ശിഷ്യന്മാരെ വെല്ലുവിളിക്കുന്നു. പ്രക്ഷുബ്ധമായ കടലിൽ പിച്ചവച്ചും എറിഞ്ഞും അവർ വഞ്ചിയുടെ തകർച്ചയെ ഭയപ്പെടുന്നു. നിരാശയോടെ, ഭയത്തോടെ അവർ യേശുവിനെ ഉണർത്തുന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. എന്നാൽ ശിഷ്യന്മാരും ഒരർത്ഥത്തിൽ ഉറങ്ങുകയായിരുന്നു, അവൻ യഥാർത്ഥത്തിൽ ആരെന്നറിയാതെ. ജീവിതത്തിൻ്റെ തിരമാലകൾ എൻ്റെ ചെറുവള്ളത്തെ ഭീഷണിപ്പെടുത്തുമ്പോൾ എൻ്റെ വിലയേറിയ യാത്രക്കാരനായി നീ എൻ്റെ കൂടെയുണ്ട് എന്ന് അങ്ങനെ ബോധ്യപ്പെടുത്തണമേ. അങ്ങയുടെ ശബ്ദം ഞാൻ കേൾക്കട്ടെ കർത്താവേ, സമാധാനം നിശ്ചലമാകുക എന്നത്. 3. നമുക്ക് മറുവശത്തേക്ക് പോകാം. നമുക്ക് മറുവശത്തേക്ക് പോകാം എന്ന ചെറിയ വാചകം മർക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യരുടെ പരിശീലനത്തിനും ദൈവബന്ധത്തിനും ഉള്ള തന്ത്രപരമായ പ്രാധാന്യമുള്ള വാചകമാണ്. വള്ളത്തിൽ കയറുവാനുള്ള യേശുവിൻ്റെ ക്ഷണം സ്വീകരിച്ച നാം സന്തുഷ്ടരാണ് കുറച്ച് സമയത്തേക്ക്. പക്ഷേ അക്കരെ കടക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് ബോധ്യപ്പെടുന്നു. എൻ്റെ അപകട നേരത്ത് യേശുവിനെ ഉണർത്താനും അവൻ്റെ ചെവിയിൽ എൻ്റെ ദുരവസ്ഥ ഓതാനും നമുക്കാകണം. ഒരു വാക്കുകൊണ്ട് എൻ്റെ ആ ദിവസത്തെയും ജീവിതത്തെയും അവൻ നേടുന്നത് നാം അനുഭവിക്കേണ്ടതുണ്ട്. ഇതാണ് ശിഷ്യത്വത്തിൻ്റെ പുതിയ ആഴം. വഴിമാറിപ്പോകുന്ന യോനയുടെ നിദ്രയും പ്രക്ഷുബ്ധ കടലും അല്ല ഇവിടെ വഴിയായി മാറുന്ന യേശുവിൻ്റെ നിദ്ര നിന്റെ കൂടി ശാന്തതയുടെയും വഴിയനുഭവമാണ് എന്ന് നാം ശിഷ്യരിലൂടെ, കർത്താവിൻ്റെ ഇടപെടലിലൂടെ ബോധ്യപ്പെടുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം അവൻ ഉണർന്ന കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു. ശാന്തത കൈവരുന്നു. യേശുവിൻ്റെ സ്നേഹത്തെയും സാന്നിധ്യത്തെയും കുറിച്ചുള്ള നമ്മുടെ ബോധം എത്ര എളുപ്പമാണ് ജീവിത ശബ്ദങ്ങളുടെ ബാഹുല്യത്തിൽ മുങ്ങിപ്പോകുന്നത്. തൽഫലമായി വിശ്വാസം നഷ്ടപ്പെടുന്നത്, ഭയത്തിന് വഴിയൊരുങ്ങുന്നത്. അത്തരം സമയങ്ങളിൽ വഞ്ചിയിൽ അവൻ ഉറങ്ങുകയാകാം, പക്ഷെ അവൻ്റെ സ്നേഹം, സാന്നിധ്യം നമ്മെ വിട്ടുപോകുന്നില്ല. ഇങ്ങനെയാണ് പറയുന്നത്, ഭയം വാതിലിൽ മുട്ടി, പക്ഷേ വിശ്വാസം തുറന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന്. നമ്മുടെ വിശ്വാസം, ക്രിസ്തുവിനോടുള്ള വിശ്വാസം, ക്രിസ്തു അരികെയുള്ള വിശ്വാസം നമ്മുടെ ജീവിത ഭയത്തിൻ്റെ വേളകളിൽ നാം തുറന്നു നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഭയമെന്നത് പലപ്പോഴും ക്രിസ്തു അരികെയുണ്ടെങ്കിൽ ഒരു മരീചിക മാത്രമാണ്. ഈ കഥയിൽ പ്രതിധ്വനിക്കുന്ന നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തോടെ നമുക്ക് യേശുവിൽ ജീവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആഴിയെ നോക്കി നീ ഭയപ്പെടുന്നു, അതിവ്യാകുല ഭീതിയോ തകർന്നിടുമെന്ന്
വൻതിരമാലയാൽ കൊടുങ്കാറ്റിനാൽ ജീവിത നൗക ആടിയുലയുമ്പോൾ ഭയപ്പെടേണ്ടായെന്ന് അരുളിയ നാഥൻ അമരത്ത് സഖിയായി തുണയേകിടും സഹയാത്രികനായെന്നും കൂടെ വരും. ആഴിയെ നോക്കി നീ ഭയപ്പെടുന്നു, അതിവ്യാകുല ഭീതിയോ തകർന്നിടുമെന്ന്. വൻതിരമാലയാൽ കൊടുങ്കാറ്റിനാൽ ജീവിത നൗക ആടിയുലയുമ്പോൾ ഭയപ്പെടേണ്ടായെന്ന് അരുളിയ നാഥൻ അമരത്ത് സഖിയായി തുണയേകിടും സഹയാത്രികനായെന്നും കൂടെ വരും. ആഴിയെ നോക്കി നീ ഭയപ്പെടുന്നു. പടകിലമരത്തായി നിദ്രയിലമർന്ന നാഥനെ ഇനിയും വിളിച്ചുണർത്തിയിടാതെ എത്ര നാൾ പോയിടും നീ, എത്ര നാൾ പോയിടും നീ. കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയിടാൻ പ്രാപ്തനാം നാഥൻ നിൻ പടകിലുണ്ട്. കാണുവാനുൾ കണ്ണുകൾ തുറന്നിടുക. ആഴിയെ നോക്കി നീ ഭയപ്പെടുന്നു, അതിവ്യാകുല ഭീതിയോ തകർന്നിടുമെന്ന്. വൻതിരമാലയാൽ കൊടുങ്കാറ്റിനാൽ ജീവിത നൗക ആടിയുലയുമ്പോൾ ഭയപ്പെടേണ്ടായെന്ന് അരുളിയ നാഥൻ അമരത്ത് സഖിയായി തുണയേകിടും സഹയാത്രികനായെന്നും കൂടെ വരും. ആഴിയെ നോക്കി നീ ഭയപ്പെടുന്നോ? മറുകര അണയുവാൻ ആശിച്ചിടുന്നു, ആഴിമധ്യേയാഴ്ന്നു പോയിടാതെത്തിടാൻ തിരുക്കരമേകീടണേ, തിരുക്കരമേകീടണേ. ഓരോ തിരയുമെൻ ദൂരം കുറച്ചിടും, ശാശ്വത തീരം വിദൂരമല്ല. നാഥ നിന്നെ കാണാൻ കൊതിച്ചിടുന്നു. ആഴിയെ നോക്കി നീ ഭയപ്പെടുന്നു, അതിവ്യാകുല ഭീതിയോ തകർന്നിടുമെന്ന്. വൻതിരമാലയാൽ കൊടുങ്കാറ്റിനാൽ ജീവിത നൗക ആടിയുലയുമ്പോൾ ഭയപ്പെടേണ്ടായെന്ന് അരുളിയ നാഥൻ അമരത്ത് സഖിയായി തുണയേകിടും
സഹയാത്രികനായെന്നും കൂടെ വരും. ആഴിയെ നോക്കി നീ ഭയപ്പെടുന്നോ?